ഹരിമോഹനിലേക്ക് പോവുകയാണ്. ഹരി, ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ അതിജീവിതയെ അധിക്ഷേപിച്ച കേസ് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കുമല്ലേ? വിശദാംശങ്ങൾ എന്താണ്? വിനിത, സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാഹുൽ ഈശ്വറിനെ പുറത്തിറക്കിയിരിക്കുന്നു. ആ വാഹനം, പോലീസ് വാഹനം, രാഹുൽ ഈശ്വറിനെയും കൊണ്ടുള്ള പോലീസ് വാഹനം നേരെ ജനറൽ ആശുപത്രിയിലേക്ക് പോവുകയും അവിടെ വൈദ്യപരിശോധന പൂർത്തിയാക്കി തുടർന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. 4 മണിയോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ഇന്ന് ജാമ്യാപേക്ഷ, അതായത് രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയും ഒപ്പം തന്നെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് ഉയരുന്ന ഒരു പ്രധാന ചോദ്യം. പക്ഷേ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ എതിർപ്പുകൾ, തെളിവുകൾ വെച്ചുള്ള എതിർപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതുള്ളത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഈശ്വറിനെ എതിരെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന്, പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ശാസ്ത്രീയ പരിശോധന അടക്കം ഇനി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനു മുൻപ് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു തെറ്റായ മാതൃക സൃഷ്ടിക്കും, തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കും, സമൂഹത്തിന് ദോഷകരമാകും എന്ന അടക്കമുള്ള വാദങ്ങളാണ് പ്രോസിക്യൂഷൻ ഉയർത്തുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം രാഹുൽ ഈശ്വർ തുടക്കം മുതൽക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുകൊണ്ട് അതിജീവിതക്കെതിരെ നിരവധിയായിട്ടുള്ള പോസ്റ്റുകൾ, ഒപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില ഇടപെടലുകൾ, വീഡിയോകളൊക്കെ തന്നെ നിരന്തരം നടത്തിയിരുന്നു. ഇതെല്ലാം തന്നെ സൈബർ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ ശേഖരിച്ചവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്നലെ മൊബൈൽ ഫോൺ, രാഹുൽ ഈശ്വർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ ഫോൺ ഇന്നലെ കസ്റ്റഡിയിൽ എടുക്കുകയും അതിൽ പരിശോധന നടത്തുകയും ചെയ്തു. അതിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പോലും കൃത്യമായ തെളിവുകളിലേക്ക് എത്താൻ സൈബർ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അതിജീവിതയുടെ ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ ചില ഗ്രൂപ്പുകളിലടക്കം പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ, ചിലർക്ക് ഷെയർ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ സൈബർ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ രാഹുലിന് തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് ജാമ്യമില്ലാ വകുപ്പായിട്ടുള്ള ലൈംഗിക ചുവയോടുകൂടി അതിജീവിതയെ അധിക്ഷേപിച്ചു എന്നുള്ള വകുപ്പ് കൂടി ചേർക്കുമ്പോഴാണ് അതിനകത്ത് ഗുരുതര സ്വഭാവം കൈവരുന്നത്. അത് ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ജാമ്യമില്ലാ വകുപ്പ് അധികമായി ചുമത്തിക്കൊണ്ടാണ്. ആദ്യം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ, അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചതും ഭീഷണിപ്പെടുത്തിയതും ഈ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെച്ചതുമായിട്ടുള്ള വിവരങ്ങളായിരുന്നു അതിനകത്ത് ആദ്യം ഉണ്ടായിരുന്നത് FIR-ൽ. പക്ഷെ പിന്നീടാണ് ഈ തെളിവുകൾ ലഭിക്കുകയും തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി നടത്തിയ ചോദ്യം ചെയ്യലിനൊടുവിൽ ഈ അധിക വകുപ്പ് കൂടി ചുമത്തിക്കൊണ്ട് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്നാണ് ഇന്ന് രാവിലെ രാഹുൽ ഈശ്വറിന്റെ പൗടിക്കോണത്തെ വീട്ടിലേക്ക് സൈബർ പോലീസ് രാഹുൽ ഈശ്വറിനെയും കൊണ്ട് പോയത്. തുടർന്ന് രാഹുൽ ഈശ്വറിന്റെയും രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ രാഹുൽ ഇതേ വീട്ടിൽ തന്നെ പോലീസ് കാണാതെ ഒളിപ്പിച്ചു വെച്ച രാഹുലിന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുക്കുകയായിരുന്നു. ഈ ലാപ്ടോപ്പ് എവിടെയുണ്ട് എന്നുള്ളൊരു ചോദ്യം ഇന്നലെ രാഹുൽ ഈശ്വറിനോട് പോലീസ് ചോദിച്ചപ്പോൾ ടെക്നോ പാർക്കിലെ തന്റെ ഓഫീസിലാണ് എന്നുള്ളതായിരുന്നു രാഹുലിന്റെ മറുപടി. എന്നാൽ ടെക്നോ പാർക്കിലെ ഓഫീസിലായിരുന്നില്ല, മറിച്ച് രാഹുൽ ഈശ്വറിന്റെ അതേ വീട്ടിലുണ്ടായിരുന്ന മുറിയിലാണ് ഈ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നത്. പോലീസുകാർ കാണാതെ അത് ഒരിടത്ത് ഒളിപ്പിച്ചു വെക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ രാഹുൽ ചിത്രീകരിക്കുകയും ചെയ്തു. അത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ അത് പോസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. അത് ഒരു വലിയ തെളിവായി തന്നെ അന്വേഷണ സംഘം കരുതുന്നു. കാരണം തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുക, മനഃപൂർവ്വം സഹകരിക്കാതിരിക്കുക എന്നുള്ള നീക്കത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ ലാപ്ടോപ്പ് ഒളിപ്പിച്ചു വെച്ചത് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തിയിരിക്കുന്നത്. അത് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഈ പോലീസ് രാഹുലിനെയും കൊണ്ട് എവിടെ ഇറങ്ങിയാലും, അതായത് ഇന്നലെ വൈദ്യപരിശോധന പൂർത്തീകരിക്കാൻ ഇറങ്ങുന്ന ഘട്ടത്തിലാണെങ്കിലും ഇന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോഴും തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഒക്കെ തന്നെ രാഹുൽ ഈശ്വർ നമ്മളോട് പറഞ്ഞത്, മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോകളൊന്നും ചെയ്യരുതെന്ന് പോലീസ് തന്നോട് ആവശ്യപ്പെട്ടു. പക്ഷെ താൻ ഇനിയും ചെയ്യും എന്നുള്ളതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിജീവിതയെ അധിക്ഷേപിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റം. രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു കുറ്റകൃത്യമായി മാറുന്നില്ല. പക്ഷെ അതിനോടൊപ്പം അതിജീവിതയെ നിരന്തരമായി അധിക്ഷേപിക്കുകയായിരുന്നു. ചിത്രങ്ങൾ ഇട്ടുകൊണ്ട് വ്യക്തിഗത വിവരങ്ങൾ, അതായത് ഈ വാട്സപ്പിലടക്കം പല ഗ്രൂപ്പുകളിലും ഈ ചിത്രങ്ങൾ പങ്കുവെക്കുന്ന രീതി, അതൊക്കെ തന്നെ വ്യക്തിഗത വിവരങ്ങൾ പരസ്യപ്പെടുത്തുക, അതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കുറ്റകൃത്യമായി തന്നെ കാണേണ്ടതുണ്ട്. മാത്രമല്ല, അതിൽ ചില കാര്യങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നു. അതുകൊണ്ടൊക്കെയാണ് ഈ ലൈംഗിക ചുവയോടുകൂടി അതിജീവിതയെ അധിക്ഷേപിച്ചു എന്നുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ അത്തരത്തിലൊരു വകുപ്പ് ഇതിനകത്ത് ചുമത്തിയിരിക്കുന്നത്. അതാണ് ഇന്നലെ
അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു പ്രധാന കാരണമായി മാറിയതും. ഇനിയിപ്പോൾ ശാസ്ത്രീയ പരിശോധനയാണ് പൂർത്തീകരിക്കേണ്ടത്. ഈ ലാപ്ടോപ്പും ഫോണും അധികം വൈകാതെ തന്നെ അത്തരം പരിശോധനകളിലേക്ക് കൊണ്ടുപോകും. ഈ പരിശോധന പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്ന് തന്നെ കോടതിയെ ധരിപ്പിക്കും. അതുകൊണ്ട് രാഹുൽ ഈശ്വറിന് ജാമ്യം നൽകാൻ പാടില്ല എന്നുള്ള ഒരാവശ്യമായിരിക്കും മുന്നോട്ട് വയ്ക്കുക. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ആ തെളിവുകളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടായിരിക്കും പ്രോസിക്യൂഷന്റെ വാദം. എന്തായാലും രാഹുൽ ഈശ്വറിനെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ വൈദ്യപരിശോധന പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും കോടതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് മനസ്സിലാകുന്നു. ഏകദേശം 4 മണി കഴിയുന്നതോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ്. രാവിലെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി രാഹുൽ ഈശ്വറിനെ ഇറക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. രാഹുൽ ഈശ്വറിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ്. നേരത്തെയൊക്കെ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിട്ടുള്ള ആണുങ്ങൾക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്, പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. ഇത് അർണേഷ് വിധിയുടെ നഗ്നമായ ലംഘനമാണ്. ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. ഇത് അർണേഷ് വിധി, സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ്. This is freedom struggle for men and this is against the Arnesh Kumar verdict and they have not been served any notice. Police is claiming that they have served me notice. They have not served me any notice. So please remember, this is blatant disregard of Supreme Court verdict. Supreme Court ശരി, വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴും രാഹുൽ ഈശ്വർ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയുകയാണ്. സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് എന്നൊക്കെയാണ് രാഹുലിന്റെ വാദങ്ങൾ. വൈദ്യപരിശോധന നടക്കുന്നു. ഏതായാലും വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുകയാണ് രാഹുൽ ഈശ്വറിനെ. നമുക്ക് ഹരിയിലേക്ക് വീണ്ടും പോകാം. ഹരി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളുടെ മൈക്കുകൾക്ക് മുന്നിൽ വീണ്ടും ആവർത്തിച്ച് വിളിച്ചു പറയുകയാണ്. പോലീസിനെതിരെയും ഒപ്പം സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. വിനിത, അതേ വാദങ്ങളൊക്കെ തന്നെ രാഹുൽ ഈശ്വർ പ്രവർത്തിക്കുകയാണ്. നേരത്തെ തന്നെ പറഞ്ഞ സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ പോലീസ് ക്ലെയിം ചെയ്യുന്നത് എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല. ഇത് അർണേഷ് കുമാർ വിധിയുടെ ലംഘനമാണ്. പറയാനുള്ളത് ഇത് മെൻസ് കമ്മീഷന് വേണ്ടിയുള്ള റൈറ്റാണ്. ശരി, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഹുൽ ഈശ്വറിന്റെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറയുകയാണ് രാഹുൽ ഈശ്വർ. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഹരിമോഹൻ ഉണ്ട് അവിടെ. ഏതായാലും വൈദ്യപരിശോധനയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുകയാണ്. ഉടൻ കോടതിയിൽ ഹാജരാക്കും. ഹരിമോഹനാണ് ചേരുന്നത്. ഹരി പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും ആവർത്തിക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ ഈശ്വർ. ഇപ്പോൾ വൈദ്യപരിശോധന തുടരുന്നു അല്ലേ? വിശദാംശങ്ങൾ എന്താണ്? ഏതായാലും തൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രാഹുൽ ഈശ്വർ പറയുന്നുണ്ടായത്. പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ് എന്നുകൂടി രാഹുൽ ഈശ്വർ പറയുകയാണ്. വൈദ്യപരിശോധനയുടെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാഹുൽ ഈശ്വറിൻ്റെ ലാപ്ടോപ്പ് ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിർണായകമായ തെളിവുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പോലീസ്. ഏതായാലും ആശുപത്രിയിൽ നിന്ന് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഹരി എപ്പോഴായിരിക്കും കോടതിയിൽ ഹാജരാക്കുക? കോടതിയിൽ ഹാജരാക്കി ഇനിയും രാഹുൽ അനുകൂലമായി റിവ്യൂ ചെയ്യും.
ശരി, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. രാഹുൽ ഈശ്വറിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തൻ്റെ വിരുദ്ധമാണ് എന്ന വാദമാണ് ഈ മാധ്യമങ്ങളെ കണ്ടപ്പോഴെല്ലാം രാഹുൽ ഈശ്വർ മുന്നോട്ട് വെച്ചത്. നേരത്തെ രാഹുലിൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. മുകൾ ഭാഗത്തു നിന്ന്, മുകൾ നിലയിൽ നിന്നാണ് ലാപ്ടോപ്പ് കണ്ടെടുത്തത്. ഈ ലാപ്ടോപ്പ് ഒളിപ്പിക്കുന്നു എന്നാണ് ഇന്നലെ രാഹുൽ തന്നെ ഒരു ലൈവ് വീഡിയോയിൽ പറയുകയും ചെയ്തത്. ഹരിമോഹൻ കേൾക്കാമെന്ന് കരുതുകയാണ്. എപ്പോഴായിരിക്കും കോടതിയിൽ ഹാജരാക്കുക? ഹരി, ശരി, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വൈദ്യപരിശോധന തുടരുകയാണ്. രാഹുൽ ഈശ്വറിൻ്റെ വൈദ്യപരിശോധന. ഹരിമോഹൻ അതിനകത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ റേഞ്ചിന് പ്രശ്നമുണ്ട്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസിൽ സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. രാഹുൽ ഈശ്വറിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. ജാമ്യം ലഭിക്കുമോ എന്നാണ് അറിയേണ്ടത്. അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ തന്നെ അവരുടെ പേര് പറയുകയോ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. സത്യങ്ങൾ തുറന്നു പറയുകയാണ് ചെയ്തത് എന്നാണ് രാഹുൽ ഈശ്വറിൻ്റെ വാദം. ഇത് കോടതി മുഖവിലേക്ക് എടുക്കുമോ എന്നാണ് അറിയേണ്ടത്. അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. മറ്റുള്ളവർ അവരെയും ഈ പറഞ്ഞതുപോലെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കം SIT നടത്തുന്നുമുണ്ട്. ഇപ്പോൾ ഹരി തുടരുകയാണ്. ഹരി, പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് രാഹുൽ ഈശ്വർ. അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വൈദ്യപരിശോധന പൂർത്തിയാക്കാനായോ? വൈദ്യപരിശോധന തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പൂർത്തിയായ ശേഷം ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും. അല്പസമയത്തിനുള്ളിൽ തന്നെ അത് ഉണ്ടാവും. എന്തായാലും കസ്റ്റഡി അപേക്ഷ അടക്കമുള്ള കാര്യങ്ങളിലേക്കൊന്നും അന്വേഷണ സംഘം ഇന്ന് കടക്കുന്നില്ല. റിമാൻഡിൽ ആവശ്യപ്പെടുക മാത്രമായിരിക്കും, റിമാൻഡിലേക്ക് വിടണം എന്നുള്ള കാര്യം മാത്രമായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുക. അതേസമയം തന്നെ രാഹുൽ ഈശ്വറിനെതിരായിട്ടുള്ള തെളിവുകളൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജാമ്യാപേക്ഷയ്ക്ക് തടയിടുക, അല്ലെങ്കിൽ ജാമ്യത്തിന് തടയിടുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിനോടകം തന്നെ പ്രോസിക്യൂഷനെ ഇതുമായി ബന്ധപ്പെട്ട രാഹുൽ ഈശ്വറിനെതിരായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വൈദ്യപരിശോധന പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രാഹുൽ ഈശ്വറിനെയും കൊണ്ട് പോലീസ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. രാഹുൽ അത് ആവർത്തിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായുള്ള വീഡിയോകൾ തുടരും. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള വീഡിയോ തുടരും. എത്ര തടഞ്ഞു വെച്ചാലും, എന്ത് പോലീസ് ആക്ഷൻ ഉണ്ടായാലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വീഡിയോ തുടരും. സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ്. എനിക്ക് നോട്ടീസ് കിട്ടിയില്ല, എന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട്, എനിക്ക് നോട്ടീസ് കിട്ടിയില്ല. നഗ്നമായ ലംഘനമാണ്. വണ്ടി എവിടെയാണ്?